നിന്റെ കുഞ്ഞിനെ ഞാൻ മാമുദീസ മുക്കാം. ഈ ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിന്റെ കുഞ്ഞിനെ ഞാൻ മാമുദീസ മുക്കാം. ഈ കഥ ഇതാണ്, സംഭവം ഇതാണ്. ഒരു പെൺകുട്ടി, അവൾ അന്ന എന്ന പേരായിട്ടുള്ള പെൺകുട്ടിയാണ്. അവൾ വേറൊരുവനായിട്ട് പ്രണയത്തിലായി. വിവാഹത്തിന് മുമ്പ് തന്നെ അവൾ ഗർഭിണിയായി. ഈ ഗർഭിണിയായ വിവരം അറിഞ്ഞപ്പോൾ അവളുടെ കാമുകൻ പറഞ്ഞു ഇത് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അവൾ സമ്മതിച്ചില്ല. അതിൻ്റെ പേരിൽ തർക്കങ്ങളായി. അവസാനം അവർ വിവാഹം കഴിക്കില്ലെന്ന് തീരുമാനിച്ച് അവൻ പിരിഞ്ഞുപോയി. അങ്ങനെ അവൾ ആ കുഞ്ഞിന് ജന്മം കൊടുത്തു. അത് കഴിഞ്ഞ് മാമിസ മുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിവാഹേതര ബന്ധത്തിൽ ആരാണ് മാമിസ മുക്കുക? അവൾ വികാരിച്ചിനെ സമീപിച്ചു. വികാരിച്ചൻ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ മാർപ്പാപ്പയ്ക്ക് എഴുതി ലെറ്റർ കിട്ടി കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ അവൾ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ നമ്പറിൽ വിളിച്ചു, നീ കുഞ്ഞിനെയും കൊണ്ട് നിന്റെ വികാരിച്ചിൻ്റെ അടുത്തേക്ക് ഒരിക്കൽ കൂടെ ചെല്ലണം. എന്നിട്ട് ഈ കുഞ്ഞിനെ എനിക്ക് മാമുസം മുക്കണമെന്ന് പറയണം. വികാരിച്ചൻ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞിനെ ഞാൻ മാമുദിസ മുക്കും. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാം. മാർപ്പാപ്പ ആദ്യത്തെ ജന്മദിനാഘോഷം നടത്തുന്നത് കൊച്ചുകുട്ടികളുടെ കൂടെയാണ്. ആ ജന്മദിനാഘോഷിച്ചത് കേക്ക് കട്ടിങ് ഉണ്ടല്ലോ, നമുക്കറിയാം. ആ കേക്ക് കട്ടിങ്ങിന് സമയത്ത് മാർപ്പാപ്പ അതിനു മുമ്പ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ 2 ചോക്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നിന്റെ കൂടെ നിൽക്കുന്ന കുട്ടിക്ക് ചോക്ലേറ്റ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ കുട്ടികളെല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ കൈവശമുള്ള 2 ചോക്ലേറ്റിൽ നിന്നും 1 ചോക്ലേറ്റ് ഇല്ലാത്ത കുട്ടിക്ക് കൊടുക്കും. അല്ലെ, അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യാം? യെസ് ഓർ നോ? യെസ്. അപ്പൊ മാർപ്പാപ്പ പറഞ്ഞു, വെരി ഗുഡ്. ഇനി നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കയ്യിൽ 1 ചോക്ലേറ്റ് ഉള്ളൂ, മറ്റേ കുട്ടിയുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യാ? അതല്ല. അപ്പൊ ഹാഫായിട്ട് കട്ട് ചെയ്ത് പകുതി അവന് കൊടുക്കും. അപ്പൊ മാർപ്പാപ്പ പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും. ഇതിനേക്കാളും വലിയ കാറ്റഗറീസ് ഉണ്ടോ? എന്നിട്ട് മാർപ്പാപ്പ കേക്ക് കട്ടിയെല്ലാം പോകുന്ന സമയത്ത് വീണ്ടും ചോദിച്ചു, സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? അപ്പൊ പിള്ളേരൊക്കെ പറഞ്ഞു, 1 ചോക്ലേറ്റ് ഉണ്ടായിരിക്കെ മറ്റവന് ചോക്ലേറ്റ് ഇല്ലാതിരിക്കെ പകുതി ചോക്ലേറ്റ് അവന് കൊടുത്താൽ സ്വർഗത്തിൽ പോകും. മാർപ്പാപ്പയ്ക്ക് വലിയ തിയോളജി, നമ്മളിങ്ങനെ തിയോളജി മുകളിൽ നിന്ന് വരുന്ന തിയോളജിയാണ് ദൈവശാസ്ത്രം എന്ന് വിചാരിക്കുക. മാർപ്പാപ്പ ഈ ജനത്തിൻ്റെ ഇടയിൽ നിന്നുള്ള തിയോളജിയാണ് രൂപപ്പെടുത്തുന്ന മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ ഓട്ടോബയോഗ്രാഫി ഹോപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിൽ മാർപ്പാപ്പ പറയുന്നൊരു വാചകമുണ്ട്, ആർദ്രത കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീരുത്വമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആർദ്രത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കണം. മേഴ്സി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീരുത്വമല്ലെന്ന് മനസ്സിലാക്കണം. 37 വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി പടം വടക്കൻ വീരഗാഥ വന്ന് നിങ്ങൾ ഓർക്കണില്ലേ? അത് കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും അതിന്റെ പുതിയതൊക്കെ ഈ അടുത്ത കാലത്ത് വന്നില്ലേ? 37 വർഷങ്ങൾ കഴിഞ്ഞു. ആ 37 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ പടത്തിലും 37 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജനം അതിനെ സ്വീകരിക്കാൻ കാരണം എന്താ അറിയോ? മമ്മൂട്ടി പറയുന്നുണ്ട്, ഈ ചന്തുവിനെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാകില്ല. എന്നിട്ട് എന്ത് ചെയ്യണേ? ആ ബാലന്മാരായിട്ടുള്ള അവരുടെ മുമ്പിൽ തോറ്റുകൊടുക്കാണ്. തോൽക്കാൻ ധീരന്മാർക്ക് മാത്രമേ കഴിയൂ എന്ന് പഠിപ്പിച്ചതുകൊണ്ടാണ് കാലാന്തരത്തിലും ആ പടം ഓർത്തിരിക്കുക. അതുപോലെ ഈ മാർപ്പാപ്പ ഓർത്തിരിക്കും. എന്താണെന്നറിയോ? ആർദ്രത കാണിക്കുന്നത് ഭീരുത്വമല്ലെന്ന് പഠിപ്പിച്ച മാർപ്പാപ്പ. അതുകൊണ്ടാണ് മാർപ്പാപ്പയായിട്ട് ആദ്യം തിരഞ്ഞെടുത്ത ആദ്യത്തെ അദ്ദേഹത്തിന്റെ യാത്ര ഇറ്റലിക്ക് അപ്പുറത്ത് കുറച്ച് നീങ്ങിയിട്ടുള്ള ഒരു ചെറിയ ദ്വീപിലേക്കാണ്. ലംബോദിസ എന്ന് പറയുന്ന ദ്വീപിലേക്കാണ്, ഐലൻഡിലേക്കാണ് മാർപ്പാപ്പ യാത്ര ചെയ്യുന്നത്. ആ ദ്വീപിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആഫ്രിക്കയിൽ നിന്നൊക്കെ ഈ ഒരുപാട് മനുഷ്യക്കുരുതികളൊക്കെ നടന്ന് അവിടുന്ന് രക്ഷപ്പെട്ട് ഏതെങ്കിലും സ്ഥലത്ത് അഭയം കിട്ടാൻ യൂറോപ്പിലേക്ക് കടക്കാനുള്ള വഴി തേടുന്ന ഒരു ഐലൻഡ്. അവിടുന്ന് ഒരുപാട് ദൂരം ലൈറ്റിലേക്ക് കടന്നാൽ യൂറോപ്പിലേക്ക് കടക്കാം, എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങൾ രക്ഷപ്പെടും. ജീവന് ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് കുറേ പേര് ഈ പഴയ കപ്പലിലൊക്കെ അവർ വരും. ഇടയ്ക്ക് കപ്പൽ അപകടം പെടും, ചിലത് ആ ദ്വീപിലേക്ക് കയറിയിരിക്കും. അങ്ങനെ
ഈ കപ്പൽ അപകടത്തിൽപ്പെട്ട് ഈ നിലവിളി കൊണ്ട് ഉയരുന്ന ദ്വീപിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത്. അദ്ദേഹം അവിടെ ചെന്നിട്ട് അദ്ദേഹം പറയാണ്, അത് റെഫ്യൂജി ആണല്ലോ, കുടിയേറ്റം. മാർപ്പാപ്പ പറയുന്നു, നിങ്ങളുടെ ബ്ലഡ് എൻ്റെ ഹൃദയത്തിലുണ്ട്. മാർപ്പാപ്പ പറയാൻ കാരണം എന്താ അറിയോ? വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കുടിയേറ്റം നടത്തിയ, റെഫ്യൂജിയായി കുടിയേറ്റം നടത്തിയ മാതാപിതാക്കന്മാരുടെ മകനായിട്ട് ജനിച്ചുകൊണ്ട് അവൻ പറയാണ്, നിങ്ങളുടെ ബ്ലഡ് എൻ്റെ ഹൃദയത്തിലുണ്ട്. ഐ ആം വിത്ത് യു, നിങ്ങളോട് ഞാനുണ്ട്, സഭയുണ്ട് എന്ന് പറയുന്ന. ഒറ്റയ്ക്ക് നിങ്ങൾ പോകരുത്, നിങ്ങളുടെ കൂടെ സഭയുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ പറയുന്നതാണ്. തോമസ് കൂട്ടത്തിലുണ്ടായിരുന്നില്ല, കൂട്ടം തെറ്റിപ്പോയി. കൂട്ടം തെറ്റിപ്പോയാൽ കൃപ കിട്ടില്ലെന്ന് കർത്താവ് നമ്മളോട് പറയാണ്. കൂട്ടത്തിലായിരിക്കരുത്. അവസാനം കർത്താവ് വന്നവർക്ക് സമാധാനം ആശംസിക്കുന്ന പറയുന്നതെന്നറിയോ? ഇന്നിന്റെ വിരൽ കൊണ്ടുവരിക എന്ന് പറയുന്ന സമയത്ത് തിരുവചനം പറയുന്നു, അവർ വീട്ടിലായിരിക്കുമ്പോൾ. വീടിന്റെ പ്രത്യേകത എന്താ? ചില വീടുകൾ ഏകാന്തമായ വീടുകളുണ്ടാവും. പൊതുവെ വീടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഊഷ്മളമായ ബന്ധങ്ങളുടെ, കൂട്ടായ്മയുടെ, ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ വീട്ടിലായിരിക്കുമ്പോഴാണ് അവൻ അവർക്ക് പ്രത്യക്ഷനായിട്ട് തോമസിനോട് പറയുന്നു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ പാർശ്വം കാണുക, എൻ്റെ പാർശ്വത്തിൽ നിന്റെ കൈവയ്ക്കുക. വീട്ടിലായിരിക്കുമ്പോൾ. ഒറ്റയ്ക്ക് പോയാൽ, മറുതലിച്ചു പോയാൽ കൃപ കിട്ടില്ലെന്ന് ഓർമ്മപ്പെടുത്താണ്. മാർപ്പാപ്പയുടെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. നമുക്കറിയാം, നമുക്കൊക്കെ ചിലപ്പോൾ ഒരു വലിയ പ്രചോദനം കിട്ടിയിട്ടുണ്ട് മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ നമുക്കറിയാം, അദ്ദേഹം പോയിട്ടുള്ള രാജ്യങ്ങൾ, യാത്ര നടത്തിയിട്ടുള്ള രാജ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, വലിയ വലിയ രാജ്യങ്ങളല്ല, എല്ലാം ചെറിയ രാജ്യങ്ങളാണ്. ഇനി ചെറിയ രാജ്യത്ത് തന്നെ അദ്ദേഹം പോയിട്ടുള്ളത് മിക്കവാറും കത്തോലിക്കരുടെ എണ്ണം വളരെ കുറവുള്ള സ്ഥലങ്ങളിലാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ചെറിയ രാജ്യങ്ങളെ ഭയപ്പെടേണ്ട, ക്രിസ്തു നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന മാർപ്പാപ്പ, സഭ നിങ്ങളോട് കൂടെയുണ്ട്. ആ മാർപ്പാപ്പയാണ് ചിലപ്പോൾ ജോയ് ഓഫ് ദ ഗോസ്പൽ എന്ന് പറയുന്ന, അത് വിപ്ലവകരമായ ഒരു സെക്യുലർ വേൾഡിൽ മാർപ്പാപ്പയൊക്കെ ഇങ്ങനെ ഒരു ഫേമസ് ആക്കിയ ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, മാർക്കറ്റ് 5 പോയിന്റ് ഇടിഞ്ഞാൽ അത് ലോകം മുഴുവൻ വാർത്തയാണ്. 5 മനുഷ്യർ കൊല്ലപ്പെട്ടാൽ അത് വാർത്തയല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക എന്ന് പറയുന്നു. അതുപോലെ കൺസേൺ, ഇങ്ങനെ മനുഷ്യരോടുകൂടെ ഇങ്ങനെ എപ്പോഴും അവരുടെ കൂടെ ആയിരിക്കുക. നിങ്ങൾ നോക്കിയാൽ മാർപ്പാപ്പയുടെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, മരിക്കുന്നതിന്റെ തലേദിവസം, അത് ആരോഗ്യമുള്ളൊരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുന്നതല്ല. നിങ്ങൾക്കറിയാം, അവസാനത്തെ ആശീർവാദം കൊടുക്കും മാർപ്പാപ്പയുടെ സ്വരം നിങ്ങൾ കണ്ടാവും, പല വർഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ നിൽക്കുന്ന സമയത്ത് പോലും മാർപ്പാപ്പ മൊബൈൽ വാഹനത്തിൽ കയറിയിട്ട് പോവാണ്, ഇരിക്കണുണ്ടോ, എന്നിട്ട് ബെൽറ്റ് കെട്ടിയിരുത്തിയേക്കാ മാർപ്പാപ്പ. എനിക്ക് പോകണം ജനത്തിനട്. അതേ പറയും, എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കണ്ട. 32 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കണ്ട, എനിക്ക് എൻ്റെ ജനത്തിനൂടെ. ആ ഈസ്റ്റർ ദിനത്തിൽ രാത്രിയിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട്, എന്നിട്ട് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മനുഷ്യരുടെ ഇടയിലേക്ക് അദ്ദേഹം പോവാണ്. ബെൽറ്റ് കൊണ്ട് കെട്ടിയിട്ടേക്കാ അവരുടെ. എന്നിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ സെക്രട്ടറി ഇവിടെ കഴുത്തൊക്കെ ഒഴിഞ്ഞു കൊടുക്കണം. അത്രയ്ക്കും അനാരോഗ്യമായ അവസ്ഥയിൽ പോലും മാർപ്പാപ്പ ഈ ജനത്തിന് മുമ്പിലേക്ക് പോവാൻ. അവിടെയും ആരാണ് ജനത്തെ കാണുമ്പോൾ? ഈ പാവപ്പെട്ട മനുഷ്യരെ, കൊച്ചുകുട്ടികളെ, അല്ലെങ്കിൽ ഫിസിക്കലി മെന്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എടുത്ത് എവിടെ പോയാലും അതാണ് മാർപ്പാപ്പയുടെ. ചെറിയ മനുഷ്യരെ, മുറിവേറ്റ മനുഷ്യരെ, തകർന്നു പോയവരെ എല്ലാം മാറോട് ചേർത്തുന്ന മാർപ്പാപ്പയുടെ വലിയ പ്രത്യേകത. എന്നിട്ട് നിങ്ങൾ വിചാരിക്കും, മാർപ്പാപ്പയെ കുറിച്ച് എല്ലാം സൂപ്പറാണെന്ന് പറഞ്ഞു അല്ലേ? ഇത്രയും നല്ല മനുഷ്യനെ കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, പോപ്പ് ഫ്രാൻസിസ് ദ ഡിക്റ്റേറ്റർ. ഈ തിയോളജി ഒക്കെ ഉണ്ട്, സിനഡാലിറ്റി, കോളേജിയാലിറ്റി, സബ്സിഡിയാരിറ്റി എന്ന് പറയുന്ന ഇതൊക്കെ വലിയ ജനത്തിനോടുള്ള, സഭ ഒരുമിച്ച് ചിന്തിക്കുന്നത് പറയുന്ന മാർപ്പാപ്പയെ കുറിച്ച് വലിയ പുസ്തകം എഴുതി, ദ പോപ്പ് ഫ്രാൻസിസ് ദ ഡിക്റ്റേറ്റർ. അത്രയും ക്രിറ്റിസിസം കേട്ടിട്ടുള്ളതാണ്. സഭയെ ചിലപ്പോൾ ഇങ്ങനെ ഈ ഒരു കുറച്ചൊക്കെ പാരമ്പര്യത്തിൽ നിന്ന് മാറ്റി പുതിയ ഈ സമൂഹത്തിന്റെ പുതിയ മുഖങ്ങളിലേക്ക് പോകുമ്പോൾ യാഥാസ്ഥികരൊക്കെ മാർപ്പാപ്പയെ കുറ്റപ്പെടുത്തിയതാണ്. ഇപ്പൊ നമ്മൾ നല്ല വാക്കിലൊക്കെ മാർപ്പാപ്പയെ കുറിച്ച് കേൾക്കുന്നു. പക്ഷെ ഡിക്റ്റേറ്റർ എന്ന് എഴുതിയിട്ടുള്ള മാർപ്പാപ്പയാണ്. ഇനി നിങ്ങൾ ചിലപ്പോ ഈ 13 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? 13 നമ്പർ 13 ഒരാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. മാർപ്പാപ്പയുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മാർപ്പാപ്പയുടെ ജനനം 13, മാർപ്പാപ്പയുടെ ഓർഡിനേഷൻ 13-നാണ്, മാർപ്പാപ്പയുടെ എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ 13-നാണ്. മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു 13-നാണ്, മാർച്ച് 13-നാണ്.
അത് കഴിഞ്ഞ് മരിക്കുന്നതോ 12 വർഷം കഴിഞ്ഞ് 13ാമത്തെ വർഷത്തിൽ. നിങ്ങൾ നോക്കിയേ, ഏത് സമയത്താണെന്നറിയോ? ഈസ്റ്റർ ദുഃഖവെള്ളി തൊട്ട് ഇന്ന് പുതുഞാറാഴ്ച വരെ കരുണയുടെ ദിനങ്ങളാണ്. എന്നിട്ട് മാർപ്പാപ്പ പറയുന്നുണ്ട് ദൈവത്തിന്റെ മുഖം കരുണയാണ്. ഇന്ന് വിശുദ്ധ കുർബാന നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആ പേജിനടുത്ത് വെച്ചേക്കാം. സർവ്വജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകൻ എന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ പറയാണ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം. അങ്ങയുടെ സ്വഭാവം എന്താ? അങ്ങയുടെ സ്വഭാവം എന്താ ദൈവമേ? അങ്ങയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്, എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കണം, അനുഗ്രഹിക്കണം, ഞങ്ങളോട് കരുണ കാണിക്കണം. ദൈവത്തിന്റെ മുഖം കരുണയാണെന്ന് പറഞ്ഞ ഒരു മാർപ്പാപ്പ. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ഷേക്സ്പിയറിന്റെ മനോഹരമായ നാടകമുണ്ട് ജൂലിയസ് സീസർ. ബ്രൂട്ടസും അനുയായികളും ചേർന്ന് ജൂലിയസ് സീസറിനെ കൊന്ന് അദ്ദേഹത്തിനെ പ്രസംഗിക്കാൻ സീസറിന്റെ ഫ്രണ്ടായിട്ടുള്ള മാർക്ക് ആന്റണി റോമിലോട്ട് വരുന്നു. അദ്ദേഹം പറയുന്ന മനോഹരമായ പ്രസംഗം അല്ലേ, റോമൻസ് കൺട്രിമെൻ എന്നൊക്കെ പറഞ്ഞ പ്രസംഗത്തിൽ, ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ മാർക്ക് ആന്റണി പറയുന്ന ഒരു മനോഹരമായ വാചകമുണ്ട്. ഹിയർ ഈസ് എ മാൻ, here was a man when comes such another. അർത്ഥം കിട്ടിയോ? when comes such another. ഇവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഇതുപോലെ മനുഷ്യനെ കാണാൻ ഇനി നമ്മൾ എത്ര നാൾ കാത്തിരിക്കണം. ജൂലിയസ് സീസറിനെ കുറിച്ച് മാർക്ക് ആന്റണിയുടെ പ്രസംഗമാണ്. എനിക്ക് അത് തന്നെ കോട്ട് ചെയ്യാൻ തോന്നുന്നേ. Here was a man, ഫോട്ടോ ഇരിക്കുന്നുണ്ട്. when comes such another. ഇതുപോലെ ഒരു മനുഷ്യനെ തിരുസഭയ്ക്ക് വീണ്ടും കിട്ടുക എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഉണ്ടാവുമെന്ന് അറിയില്ല. ദൈവത്തിന്റെ മുഖം കരുണയാണെന്ന് പഠിപ്പിച്ച മാർപ്പാപ്പ, ദൈവത്തിന്റെ മുഖം കരുണയാണെന്ന് പഠിപ്പിച്ച മാർപ്പാപ്പ. കാത്തിരിക്കാം. മാർപ്പാപ്പ പറയുന്നുണ്ട്, മാതൃത്വത്തോടുകൂടെ സഭയെ നയിക്കുന്ന പുതിയ അനുയായി, പുതിയ അജപാലകൻ തിരുസഭയ്ക്ക് കിട്ടട്ടെ. മാതൃത്വം എന്താണ്? ചേർത്ത് പിടിക്കുന്നത്. ഒറ്റയാകരുത് മക്കളെ, നിങ്ങൾ കൂട്ടായിട്ട് നിൽക്കണം എന്ന് പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഹൃദയത്തിലും മനസ്സിലും ധ്യാനിക്കാൻ നമുക്കാകണം. അതുപോലെ തീഷ്ണത ഉള്ളിൽ നിറച്ച് എല്ലാം ദൈവത്തിന്റെ കണ്ണുകളിലൂടെ കാണുന്ന മനുഷ്യൻ. എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല, ഹമാസിനെ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഹമാസിനെ കുറിച്ച് പറയണേ. കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം ഇവിടെ പലസ്തീനിൽ ജീവിക്കുന്ന കത്തോലിക്ക വൈദ്യരെ വിളിച്ചിട്ട് ഫോണിൽ സംസാരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോ കോൾ. വർത്താനം ചോദിച്ചു, നിങ്ങൾ എന്താ കഴിച്ചേ? വെരി ഹ്യൂമൻ. ആ മനുഷ്യർ, എനിക്ക് തോന്നുന്നില്ല, ഞാൻ പറഞ്ഞു ഭീകരരൊക്കെ അടിച്ചൊതുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണൊക്കെ നമ്മളൊക്കെ അല്ലേ, അവരൊക്കെ അടിച്ചൊതുക്കണം. പക്ഷെ മാർപ്പാപ്പ ചിന്തിക്കുന്നത് ഈശോയുടെ കണ്ണുകളിലൂടെയാണ്. ഈശോ എന്ന് വന്നാൽ എന്താ പറയാ? അവരൊക്കെ അടിച്ചൊതുക്കണം എന്ന് പറയോ, അത് മനുഷ്യകുരുതി പാടില്ലെന്നും യുദ്ധം പാടില്ലെന്ന് പറയുമോ? അതാണ് മനസ്സാക്ഷി, ലോകത്തിന്റെ മനസ്സാക്ഷി. 130ഓളം ലോകരാജ്യത്തിലെ നേതാക്കന്മാർ വന്നിട്ട് ഈ മാർപ്പാപ്പയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ? ഇതാണ് ലോക മനസ്സാക്ഷി. ലോക മനസ്സാക്ഷി എന്ന് പറയുന്നത് അങ്ങനെ തിരുസഭയുടെ ദിശ മാറ്റിയ ഒരു ധീരനായ മാർപ്പാപ്പയെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം വിശുദ്ധനാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. മാർപ്പാപ്പ എന്നും പറയാം, ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ടെന്നല്ല പറഞ്ഞേ, ഐ ആം സെലക്ടഡ് ആസ് എ ബിഷപ്പ് ഓഫ് റോം. ബിഷപ്പിലെ റോമിന്റെ ബിഷപ്പായിട്ട് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? തല കുനിച്ചിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ കാർഡിനൽ ഡീൻ പ്രസംഗം അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഇത്രയും നാള് മാർപ്പാപ്പ പങ്കെടുക്കുന്ന എല്ലാ സ്ഥലത്തും പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.